ദിവസങ്ങളുടെ നേതാവാണ് വെള്ളിയാഴ്ച, മാസങ്ങളുടെ നേതാവാണ് റമദാൻ. ആരാധനകളുടെ ഒരു കേന്ദ്രമായ നോമ്പിനെ ഇസ്ലാം പരിചയപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാം കൂടെ സംഗമിക്കുന്ന ഒരു ദിവസമാണ്. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകൾ ഇന്ന് അധികരിക്കണം. ഇന്നലെ ഇല്ലാത്തതിനേക്കാൾ കൂടുതൽ പ്രാർത്ഥന ഇന്നുണ്ടാവണം. വെള്ളിയാഴ്ചയാണ്, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന പല സാധ്യതകളാണ് ഇന്ന്. വെള്ളിയാഴ്ചയാണ്, റമദാനാണ്, നോമ്പാണ്, പലതുണ്ട്. പ്രത്യേകിച്ചും അസറിന്റെയും മഗ്രിബിന്റെയും ഇടയിലുള്ള സമയം പരമാവധി നമ്മുടെ പ്രാർത്ഥനകൾ അധികരിപ്പിക്കുക. ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ്. നമ്മൾ പള്ളിയിൽ നേരത്തെ എത്തേണ്ടവരാണ്. പള്ളിയിൽ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി, ബാങ്ക് കൊടുത്തപ്പോൾ എത്ര സഫാ ഉണ്ടായിരുന്നു, പിന്നെ എത്ര പേര് കയറി വന്നു, ഇപ്പൊ ഇതിന്റെ മേലെ എത്ര പേര് ഇരിക്കുന്നുണ്ട്. കാരണങ്ങൾ കൊണ്ട് വൈകിയവരുണ്ടാകാം, ഒരു കാരണമില്ലാതെ സാധാരണ ഒരു ചടങ്ങ് പോലെ കുളിക്കുന്നു, മാറുന്നു, പോകുന്നു, കിട്ടിയാൽ നിസ്കരിക്കുന്നു, കിട്ടി കഴിഞ്ഞാൽ പോരുന്നു. അതിനപ്പുറത്ത് ഈ വെള്ളിയാഴ്ച എനിക്ക് ഇബാദത്താണ് എന്ന് ചിന്തിക്കാത്തവരാണ് ഞാൻ പറയുന്നത്. സൂറത്തുൽ ജുമുഅ എന്ന് പറഞ്ഞൊരു സൂറത്തുണ്ട് ഖുർആനിൽ. ജുമുഅ എന്ന് പറഞ്ഞൊരു സൂറത്തുണ്ട് ഖുർആനിൽ. വസ്ഔ ഇലാ ദിക്രില്ലാഹി വദറുൽ ബൈ, നിങ്ങൾ ഹലാലായ കച്ചവടം നിർത്തിവെച്ച് നിങ്ങൾ ജുമുഅയിലേക്ക് പങ്കെടുക്കണം എന്ന് പറഞ്ഞ ഖുർആനിൽ ആയത്തുണ്ട്. എന്നിട്ട് നമ്മൾ എപ്പോഴാണ് എത്തിയത്? ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് മലായിക്കത്തുകൾ അവസാനം മെമ്പറിൽ ഇമാം കയറി സംസാരം ആരംഭിച്ചതോടെ മലക്കുകൾ അവരുടെ രേഖാപുസ്തകം എഴുത്തു നിർത്തി. അവർ പോലും ഖുത്ബ ശ്രദ്ധിച്ചു കേൾക്കുമെന്ന ഹദീസ്. അതുകൊണ്ട് ഞാനിത് സ്നേഹത്തോടെ പറയാം, വൈകി വരുന്നവർ തീർച്ചയായും മാറി ചിന്തിക്കണം. അത് റമദാനിൽ പ്രത്യേകിച്ച്. എന്നിട്ടും നമുക്ക് മാറ്റങ്ങളില്ലേ എന്ന് ചിന്തിക്കുക. ഇബ്നു ഖയ്യിം അൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഹജ്ജിന്റെ വേളയിൽ അറഫയിൽ സംഗമിക്കുന്ന സംഗമം കഴിഞ്ഞാൽ മുസ്ലിമീങ്ങളുടെ ഏറ്റവും വലിയ നല്ല സംഗമമാണ് വെള്ളിയാഴ്ച സംഗമം. അതിനെന്താ നമ്മൾ വില കൊടുക്കാത്തത്? എന്താ ഗൗരവം കാണാത്തത്? ചടങ്ങായി മാറരുത്, ഇബാദത്താക്കി മാറ്റേണ്ടതുണ്ട്. ഖിയാമത്ത് നാൾ സംഭവിക്കുന്നതില്ല. വെള്ളിയാഴ്ച ദിവസമല്ലാതെ ഖിയാമത്ത് നാൾ നടക്കൂല. അത്രക്ക് സ്ട്രോങ് സംഭവം പറഞ്ഞിരിക്കുന്നത്. നമ്മൾ എന്താ ഇതിന് ഗൗരവം കാണാത്തത്? നല്ലവണ്ണം ചിന്തിക്കുക. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്ത് കഹ്ഫ് സൂറത്ത് പാരായണം ചെയ്യുക. സ്വലാത്തുകൾ, ഇസ്ലാം പഠിപ്പിച്ച സ്വലാത്തുകൾ അധികരിപ്പിക്കുക. പരമാവധി നേരത്തെ പുറപ്പെടുക. അത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ ജുമുഅയുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യം റമദാൻ, അതിന്റെ തറാവീഹ് നമസ്കാരങ്ങൾ. അതിനെ പലപ്പോഴും തുടക്കത്തിലുണ്ടാകുന്ന ആവേശത്തിൽ നിന്ന് പതുക്കെ പതുക്കെ ദിവസങ്ങൾ കഴിയുമ്പോൾ കൊഴിഞ്ഞു പോവുകയും മാറി നിൽക്കുകയും പലതിലേക്കും ശുഗലുകളിലേക്കും ഒക്കെ പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ ഖാമ റമദാന ഈമാനം വഹ്തിസാബ, ഈമാനോടെ പ്രതിഫലം പ്രതീക്ഷിച്ച റമദാനിലെ രാത്രി നിസ്കാരം നിർവഹിച്ചാൽ കഴിഞ്ഞ കാല പാപങ്ങളെല്ലാം പൊറുക്കപ്പെടും. അത് വെറുതെ വെച്ച പോലീശയല്ല. പകല് മുഴുവൻ അധ്വാനിക്കുന്ന മനുഷ്യനോടാണ് രാത്രി നിസ്കരിക്കാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് മഹാനായ ഇമാം ഹാഫിദ് ഇബ്നു റജബ് റഹിമഹുല്ല പറയാണ്, ജിഹാദാനി ലിനഫ്സി, റമദാനിൽ 2 ജിഹാദാണ് ഒരു മനുഷ്യൻ അനുഭവിക്കുന്നത്. ജിഹാദും ബിന്നഹാരി അല സിയാമി, പകല് മുഴുവൻ ഈ ചൂട് പിടിച്ച് ഈ ഏറ്റവും വലിയ പ്രയാസം നിറഞ്ഞ ഉഷ്ണ കാലഘട്ടത്തിൽ പോലും അവൻ നോമ്പെടുത്തുകൊണ്ട് ജിഹാദിലാണ്. ജിഹാദും ബില്ലൈലി അലൽ ഖിയാമി, രാത്രിയിൽ അവൻ എഴുന്നേറ്റ് നിസ്കരിച്ച് ജിഹാദിലാണ്. ക്ഷീണുണ്ട് കാരണം കിടക്കല്ല, ഉണ്ടാവും. എങ്കിലും അവൻ അതൊക്കെ മാറ്റിവെച്ച് നോമ്പ് തുറന്നാലും അവൻ ഇബാദത്തിലും ജിഹാദില. ഫമൻ ജമഅ ബൈന ഹാദൈനിൽ ജിഹാദൈൻ, ഈ 2 ജിഹാദ് ഒരാളിൽ ഉണ്ടായാൽ ഉഫിയ അജ്റുഹു ബിഗൈരി ഹിസാബ്, കണക്കില്ലാത്ത പ്രതിഫലമാണ് അവർക്ക് നൽകുക. പക്ഷേ കേരളത്തിന്റെ പുതിയ ഒരു അവസ്ഥയിൽ നൈറ്റ് ലൈഫ് എന്ന് പറയുന്ന പോലെ രാത്രിയിൽ പകലിലെ എല്ലാം മാറ്റിവെച്ച് രാത്രി അവിടുന്ന് അങ്ങോട്ട് കറക്കങ്ങളും തീറ്റകളും പുറത്തിറങ്ങി വിലസുന്ന കാഴ്ചകളുമൊക്കെ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിലുണ്ട്. നമ്മൾ അതിലൊരാളല്ല എന്ന് ഉറപ്പുവരുത്തുക. മൂന്നാമത്തെ കാര്യം, നോമ്പ് തുറപ്പിക്കുക. നോമ്പ് തുറപ്പിക്കുക എന്നത് ഹദീസിൽ പറഞ്ഞത്, മൻ ഫത്തറ സായിമൻ കാന ലഹു മിസ്ലു അജ്രി, നമ്മൾ നോമ്പ് നോറ്റാൽ നമുക്കെന്ത് കൂലിയുണ്ടോ, നോമ്പ് തുറപ്പിച്ചാൽ അതിന്റെ നോമ്പുകാരന്റെ എല്ലാ പ്രതിഫലവും വീണ്ടും ഇവന് രേഖപ്പെടുത്തും, ഒട്ടും കുറയില്ല. മഹാരഥന്മാരായ സലഫുകൾ അബ്ദുല്ലാഹി ഇബ്നു ഉമർ, മാലിക് ഇബ്നു ദീനാർ, അഹ്മദ് ഇബ്നു ഹംബൽ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹും അജ്മഈൻ, മഹാരഥന്മാർ, അവരെ പറ്റി പറയാണ്, ലാ യുഫ്തിറു ഇല്ലാ മഅൽ യതാമാ വൽ മസാകിൻ, നോമ്പ് തുറക്കാൻ സമയത്ത് 4 യതീമിനും മിസ്കീനും കൂട്ടിപ്പിടിച്ചിരുന്നിട്ടല്ലാതെ ഇഫ്താറില്ല. നമ്മൾ പൈസക്കാരെ നോമ്പുറപ്പിക്കുക, നമ്മൾ ചങ്ങായിമാരെ വിളിച്ച് നോമ്പുറപ്പിക്കുക, വേണ്ടാന്നോ കുറ്റുണ്ടെന്നൊന്നല്ല പറഞ്ഞത്. കൂടെ നമ്മുടെ മനസ്സിൽ കയറണം, എന്റെ ഇഫ്താറിന്റെ കൂട്ടത്തിൽ 4 യതീമിങ്ങൾ, ഒരു 10 മിസ്കീനെ പിടിച്ചോടുന്നു ഭക്ഷണത്തിനും വിശപ്പ് മാറാനും കൊതിക്കുന്ന കുറെ മനുഷ്യരുണ്ട്.